വിജയ് ചിത്രമായ ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി ശേഷിക്കുന്നത് ദിവസങ്ങൾ മാത്രം. റിപ്പോർട്ടുകൾ പ്രകാരം അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുമ്പോൾ തന്നെ വലിയ കുതിപ്പാണ് സിനിമയ്ക്കുണ്ടാകുന്നത്. കേരളത്തിൽ നിന്നടക്കം വലിയ മുന്നേറ്റമാണ് ബുക്കിംഗിന് ലഭിക്കുന്നത്. തന്റെ സജീവമായ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപ് തെന്നിന്ത്യൻ സൂപ്പർ താരം വിജയ് അവസാനമായി അഭിനയിച്ച ജനനായകൻ ഒടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായ ശേഷം എത്തുന്ന ചിത്രമായതിനാൽ തന്നെ തിയേറ്ററുകളിൽ റിലീസ് ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് ആരാധകർ. ജൂലൈ 23-ന് റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ കേരളത്തിലെ ആദ്യ ഷോ രാവിലെ 6 മണിക്കാണ് ആരംഭിക്കുന്നത്. നേരത്തെ ചിത്രത്തിന് പുലർച്ചെ 4 മണിക്ക് പ്രദർശനം ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീടത് 6 മണിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോഴത്തെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചതിന് പിന്നാലെ ചിത്രം വലിയ കുതിപ്പ് നടത്തുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പ്രീ സെയിലിൽ ഇതുവരെ 6.35 കോടിയാണ് ജനനായകൻ ഇന്ത്യയിൽ നിന്നും നേടിയത്. കേരളത്തിൽ നിന്നും ഇതുവരെ 1.55 കോടി രൂപ ബുക്കിംഗിലൂടെ നേടിയിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് 3.1 കോടിയും തമിഴ്നാട്ടിൽ നിന്ന് 1.6 കോടിയുമാണ് സിനിമ ഇതുവരെയായി സ്വന്തമാക്കിയത്. ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ ആദ്യ ദിനം വലിയ നേട്ടം തന്നെ ജനനായകൻ കൊയ്യുമെന്നാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത്. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിജയ്ക്ക് പുറമെ പൂജ ഹെഗ്ഡെ, ബോബി ഡിയോൾ, മമിത ബൈജു, ഗൗതം വസുദേവ് മേനോൻ, പ്രകാശ് രാജ്, നരേൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. വെങ്കട് കെ നാരായണയാണ് KVN പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജനനായകൻ നിർമ്മിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പൊങ്കൽ റിലീസായി ജനുവരി 9-നായിരുന്നു ചിത്രത്തിന്റെ റിലീസ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് റിലീസ് നീണ്ടത്. സർട്ടിഫിക്കറ്റോടെയാണ് സെൻസർ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഇപ്പോൾ പ്രദർശനാനുമതി ചിത്രത്തിന് നൽകിയിരിക്കുന്നത്. 380 കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങിയതെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നതാണ്. അതിനാൽ തന്നെ ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം എത്ര നേടുമെന്ന പ്രതീക്ഷകളും പ്രേക്ഷകർക്ക് വാനോളമുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.